ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പദർഗഞ്ച് മണ്ഡലത്തിലെ പോരാട്ടത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത് വിനോദ് കുമാർ ബിന്നിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. അരവിന്ദ് കെജ്രിവാളിനോട് കലഹിക്കുകയും ബിജെപിയിൽ ചേരുകയും ചെയ്ത ബിന്നി എതിരിടുന്നത് ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖനായ മനീഷ് സിസോദിയയാണ്. ഇരു പാർട്ടികളുടെയും അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടത്തിനാണ് പദർഗഞ്ച് സാക്ഷിയാകുന്നത്. പട്പട്ഗഞ്ച് മണ്ഡലത്തിലെ പോരാട്ടത്തിന് പതിവിലും വാശി വന്നത് ആം ആദ്മി പാർട്ടിയെ തുറന്നുകാട്ടുമെന്ന് പ്രഖ്യാപിച്ച് ബിജെപിയിൽ ചേർന്ന മുൻ ആം ആദ്മി പാർട്ടി MLA വിനോദ് കുമാർ ബിന്നി എതിർ സ്ഥാനാർത്ഥിയായതോടെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരും ചേരി പ്രദേശങ്ങളിൽ നിറഞ്ഞ പട്പട്ഗഞ്ചിൽ മുഖ്യ പ്രചാരണ വിഷയവും വെള്ളവും വൈദ്യുതിയും തന്നെ. പദയാത്രകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ച് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചാണ് മനീഷ് സിസോദിയ വോട്ട് ചോദിക്കുന്നത്. ഇത്തവണയും പട്പട്ഗഞ്ചിലെ വോട്ടർമാർ തുണയ്ക്കുമെന്ന ആത്മവിശ്വാസം സിസോദിയയ്ക്കുണ്ട്. Patparganj, of course we are winning. It's not us who is winning. It's people of Patparganj who are going to vote for honest politics. എന്നാൽ ആം ആദ്മി പാർട്ടിയെ വിമർശിച്ചാണ് വിനോദ് കുമാർ ബിന്നിയുടെ പ്രചാരണം. ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് അജണ്ടയില്ലെന്നും നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞുപോകുന്ന പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിയെന്നും ബിന്നി കുറ്റപ്പെടുത്തുന്നു. നരേന്ദ്രമോദിയുടെ നേതൃപാടവം തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യും. भारतीय जनता पार्टी पर लोगों को बहुत बड़ा विश्वास है. भारतीय जनता पार्टी की जो दिल्ली की CM के उम्मीदवार हैं उन पे बहुत बड़ा विश्वास है. इस देश के प्रधानमंत्री पे बहुत बड़ा विश्वास है. नरेंद्र मोदी जी के प्रति लोगों की इतनी आस्था है, जैसे उस वजह से लोग बहुत समर्थन और बहुत सहयोग है. അനിൽ കുമാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കേജ്രിവാൾ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയ തന്നെയാണ് ഇത്തവണയും പട്പട്ഗഞ്ചിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി. എന്നാൽ കേജ്രിവാളിനോട് തെറ്റിപ്പിരിഞ്ഞ വിനോദ് കുമാർ ബിന്നിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് BJP. കോൺഗ്രസ് മത്സരരംഗത്ത് സജീവമാണെങ്കിലും പ്രധാന മത്സരം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ തന്നെ. ക്യാമറമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.